തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ ബൈക്ക് മാലയും പൊട്ടിച്ച് എടുത്തുകൊണ്ട് പോകുന്നു. ആ 7 പവൻ്റെ മാലയാണ് കാർട്ടിലാക്കിയിട്ടുള്ളതല്ല. അതിൽ എൻ്റെ ഭാര്യയുടെ പേരും എൻ്റെ പേരിലാക്കിയിട്ടുണ്ട്, അനിസ കുമാർ. പാറശാലയിൽ ബൈക്ക് യാത്രികയുടെ മാല കവർന്നു. തമിഴ്നാട് കരിങ്കൽ സ്വദേശി കുമാറിന്റെ ഭാര്യ അനീഷയുടെ കഴുത്തിൽ കിടന്ന 7 പവന്റെ താലിമാലയാണ് കവർന്നത്. ഇന്ന് രാവിലെ ചെങ്കവിളയ്ക്ക് സമീപം ബൈപ്പാസിൽ വെച്ചായിരുന്നു സംഭവം. മകളുടെ ചികിത്സയ്ക്കായി ബൈപ്പാസിലൂടെ തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു കുടുംബം ബൈക്കിൽ പോകവേ പിന്നാലെ വന്ന മോഷ്ടാവ് അനീഷയുടെ കഴുത്തിൽ കിടന്ന മാല കവരുകയായിരുന്നു. സ്ഥലം വന്ന് കരിങ്കലാണ്. അവിടെ നിന്ന് 5:30 5:15 ഞാൻ അവിടെ നിന്ന് തിരിച്ച് മോളിന് അസുഖം വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോളും കൂടി. എന്നിട്ട് ഇവിടെ കളിയക്കാവളയിൽ നിന്ന് ബൈപ്പാസിൽ വന്ന് അവിടെ 6 മണിക്ക് എൻ്റെ മോളിന് ടേബ്ലറ്റ് കൊടുക്കാനുണ്ട്. ആ ടേബ്ലറ്റ് കൊടുത്തപ്പോൾ 6:05 അപ്പോൾ അവിടെ വണ്ടികളോ ഒന്നുമില്ല. ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് കുറേ ദൂരം അങ്ങോട്ട് പോകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അവിടെ പോയപ്പോൾ അമ്മ അച്ഛൻ ഒന്ന് എൻ്റെ മോളും ഭാര്യയും അലറൽ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുത്തൻ ബൈക്ക് മാലയും പൊട്ടിച്ച് എടുത്തുകൊണ്ട് പോകുന്നു. ആ 7 പവൻ്റെ മാലയാണ് കാർട്ടിലാക്കിയിട്ടുള്ളതല്ല. അതിൽ എൻ്റെ ഭാര്യയുടെ പേരും എൻ്റെ പേരിലാക്കിയിട്ടുണ്ട്, അനിസ കുമാർ. എന്നിട്ട് ഞാൻ കുറേ വിരട്ടി നോക്കി. അവനെ മുഖമോ വണ്ടിയുടെ നമ്പരോ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. ആ ബൈക്കിൻ്റെ പുറവശം ഇങ്ങനെ ഉയർന്നിരിക്കുന്നതാണ്, എപ്പിസെറ്റ് മോഡൽസ് ടൈപ്പാണ്. അവൻ ഒരു കറുത്ത ജാക്കറ്റാണ് ഇരുന്ന് ഹെൽമറ്റ് ഇട്ടിരുന്നു. ഒരു 40 വയസ്സിനകത്ത് തന്നെ വരും കണ്ടിട്ട്. തുടർന്ന് കുമാർ മോഷ്ടാവിനെ പിന്തുടർന്നുവെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് പൂവാർ സ്റ്റേഷനിൽ കുടുംബം പരാതിയുമായി എത്തിയെങ്കിലും അതിർത്തി തർക്കം പറഞ്ഞ് പാറശാലയിലേക്ക് തിരികെ വിടുകയായിരുന്നു. പാറശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. വിസ്മയ ന്യൂസ്, പാറശാല.